ഹായ് എവരി വൺ. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എലിപ്സ് ഹൈപ്പർബോളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. എന്താണെന്ന് നോക്കാം. ഓക്കെ, സീ ദ ക്വസ്റ്റ്യൻ. നോക്കൂ, ദി ഫോസൈ ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് അൻ എലിപ്സ്. എലിപ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം നമുക്കിവിടെ തന്നിട്ടുണ്ട്. വെർ ഈസ് ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ അതിൻ്റെ ഫോസൈ എന്ന് പറയുന്നത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഫോസൈ ഈസ് +or-5,0 ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് √50 ആണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദി സ്ക്വയർ ഓഫ് ദി എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോളയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയർ ഓഫ് ദി എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള, ബട്ട് ദാറ്റ് ഹൈപ്പർബോള ഷുഡ് ബി ഓഫ് ദിസ് ഫോം. ഈ ഫോമിൽ എഴുതിയതിനു ശേഷം മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? അതിൻ്റെ എസെൻട്രിസിറ്റിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്കറിയാവുന്ന സംഗതികൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ഫോസൈ എന്ന് പറയുന്നത് +or-5 ആണ്. അപ്പം അതിന് നമ്മൾ AE എന്ന് എഴുതി. AE എന്ന് പറഞ്ഞാൽ എന്താണ്? +or-5 ആണ്. സി ഹിയർ ഐ എം ടേക്കിംഗ് 5 ഓൺലി. ഓക്കെ, ഇതാണ് AE എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് A നമുക്ക് എന്ത് കിട്ടും? 5/E എന്ന് കിട്ടും. ശരിയല്ലേ മക്കളെ? 5/E എന്നാണ് ഞാൻ A എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈസ് ഗിവൺ ടു ബി √50. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദി എലിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2b²/A ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √50 ആണ്. ഓക്കെ, ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2b² കണ്ടുപിടിക്കുന്നു, എനെ അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 2b² ഇസ് ഈക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ √15 എങ്ങനെ എഴുതാൻ പറ്റും? √15 നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 5√2 എന്ന് എഴുതാൻ പറ്റുള്ളൂ അല്ലേ? 5√2 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? b² ഇസ് ഈക്വൽ ടു 5√2a/2 എന്ന് എഴുതാം. സോ b² ക്യാൻ ബി റിട്ടൺ ആസ് 5/√2 ഇൻറ്റു a എന്ന് എഴുതാം. സോ b² ഇസ് ഈക്വൽ ടു 5/√2 ഇൻറ്റു a എന്ന് എഴുതി. ഓക്കെ, ഇനി a എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5/E ആണ്. അപ്പം ഞാൻ അവിടെ എൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ b² ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? b² ഇസ് ഈക്വൽ ടു 5/√2 ഇൻറ്റു a ആണ്. a എന്ന് പറഞ്ഞാൽ 5/E ആണ്. സോ b² ഇസ് ഈക്വൽ ടു 25/√2E എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഈസ് യുവർ b². നൗ വി ഹാവ് എ റിലേഷൻ ബിറ്റ്വീൻ AB ആൻഡ് E. വി നോ ദ റിസൾട്ട്, ദാറ്റ് ഈസ് E² ഇസ് ഈക്വൽ ടു എന്താണ്? എലിപ്സിലെ E² എന്ന് പറഞ്ഞാൽ E² ഇസ് ഈക്വൽ ടു 1 - b²/a² ആണ്. റൈറ്റ്? അപ്പം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ E² ഇസ് ഈക്വൽ ടു എന്താണ്? 1 - b² എന്ന് പറയുമ്പോഴത്തേക്കും 25/√2a. ഓക്കെ, ഇൻറ്റു 1/a² ഉണ്ട് അല്ലേ? ഇൻറ്റു 1/a² ഉണ്ട്. കറക്റ്റ്? റൈറ്റ്. സോ ഇൻറ്റു 1/a² ഇസ് ദർ. സോ ഇൻറ്റു a² മീൻസ് ഇൻറ്റു 1/a² ഉണ്ട്. സോ അതവിടെ എഴുതി. സോ E² ഇസ് ഈക്വൽ ടു അഗെയിൻ E² ഇസ് ഈക്വൽ ടു നമുക്ക് A എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 5/E ആണ് അല്ലേ? വീണ്ടും എൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 5/E കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. 5/E ഒന്ന് ഇവിടെ കൊടുക്കുക. ഓക്കെ, 5/E കൊടുത്തതിന് ശേഷം എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - b² എന്ന് പറഞ്ഞാൽ എന്താണ്? 25/√2E ആണ്. റൈറ്റ്? ഇൻറ്റു 1/a² ഉണ്ട്. a² എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 25/E² ആണ്. 25/E² ആണ്. അപ്പോൾ ഇത് റെസിപ്രോക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ 25 ഒക്കെ കട്ട് ചെയ്ത് പോകും. മാത്രമല്ല E/√2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് E². ഓക്കെ, E² ഇസ് ഈക്വൽ ടു E/√2 എന്ന് കിട്ടും. ഇതിന് നമ്മളിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ √2E², അവിടെ 1 - E എന്നുണ്ട്. 1 ആണ്. 1 - E/√2 എന്നുണ്ട്. ഓക്കെ, √2 കൊണ്ട് ത്രൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? √2E² പിന്നെ വരുന്നത് +E -√2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ശരിയല്ലേ? √2E² +E -√2 ഇസ് ഈക്വൽ എന്ന് കിട്ടും, 0 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ ഇതിൽ കോട്ടാട്ടിക്കാണ് ഇതിൽ നിന്ന് E കണ്ടുപിടിക്കുക. E എന്ന് പറഞ്ഞാൽ -b. അപ്പം -1 +or-√1 + 8/2√2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് E ഇസ് ഈക്വൽ ടു -1 +or-3/2√2 എന്ന് കിട്ടും. സോ ഫ്രം ഹിയർ E ഇസ് ഈക്വൽ ടു either we get 2/2√2, okay, or we get എന്ത് കിട്ടും പറഞ്ഞേ? 2/2√2 or -4/2√2 എന്ന് കിട്ടും അല്ലേ? -4/2√2 എന്ന് കിട്ടും. എനിവേ ഈ ഭാഗം നമുക്ക് റിജക്ട് ചെയ്യാം, ബിക്കോസ് എസെൻട്രിസിറ്റി കനോട്ട് ബി നെഗറ്റീവ്.
സോ ഫ്രം ഹിയർ വി ഗെറ്റ് ഇ ഈസ് ഈക്വൽ ടു 1/√2 എന്ന് കിട്ടി. ഓക്കെ, ഈ എത്ര എന്ന് കിട്ടി? 1/√2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഈസ് ഈക്വൽ ടു 1/√2 എന്ന് കിട്ടി. റൈറ്റ്. ഇനി നമുക്ക് എ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ദെയർഫോർ എ ഈസ് ഈക്വൽ ടു 5/e ആണ്. അപ്പോൾ ഇത് 5√2 എന്ന് കിട്ടി. അപ്പോൾ എ കിട്ടി. എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബി സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇയുടെ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ ബി സ്ക്വയറും കിട്ടി അല്ലേ? ബി സ്ക്വയറും കിട്ടിയില്ലേ? യെസ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എവറിത്തിങ് ഹിയർ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. നമുക്കപ്പോൾ എന്താ കിട്ടി? എ സ്ക്വയർ കിട്ടിയിട്ടുണ്ട്, എ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ സ്ക്വയർ കാണാൻ എളുപ്പമാണ്. എ ഈസ് ഈക്വൽ ടു 5√2 ആണെങ്കിൽ എ സ്ക്വയർ ഈസ് ഈക്വൽ എന്താണ്? 50 എന്ന് കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ, ഇതാ ഈ ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ബി സ്ക്വയർ കൂടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ബി സ്ക്വയർ ഈസ് വാട്ട്? ബി സ്ക്വയർ ഈസ് 5/√2 ഇൻറ്റു എ ആണ്. സോ ബി സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബി സ്ക്വയർ, യെസ്. ഓക്കെ, നമുക്ക് ബി സ്ക്വയർ എഴുതാൻ പറ്റും അല്ലേ? ബി സ്ക്വയർ എന്താ കിട്ടുക? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25/√2 ഇ അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 25/√2 ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. സോ നമുക്ക് ബി സ്ക്വയർ 25 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 അല്ലേ? 25 മൈനസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആണ്. അതിൽ എ സ്ക്വയർ നമുക്കറിയാം 50 ആണ്. എ സ്ക്വയർ ഇസ് 50 ഇൻറ്റു പിന്നെ വരുന്നത് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിലെ ഹൈപ്പർബോളയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 25 ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. That is equal to 51 because 25 cancel here. So this answer is going to be 51. So what is the answer? 51 is the final answer. Okay. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത രീതി മനസ്സിലായോ? നമുക്ക് ഫോസൈ തന്നിട്ടുണ്ട് AE, that is 5. A is equal to 5/e. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം നമുക്ക് തന്നിട്ടുണ്ട് 2b സ്ക്വയർ ബൈ എ. ഇറ്റ് ഈസ് ഗിവൻ ടു ബി √50. അതിൽ നമ്മൾ ബി സ്ക്വയർ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5/√2 ഇൻറ്റു എ എന്നുണ്ട്. ആ എയുടെ വാല്യൂ ആയിട്ടുള്ള 5/e കൊടുത്തു. അപ്പം നമുക്ക് ബി സ്ക്വയർ 25/√2e എന്ന് കിട്ടി. ഇനി നമ്മൾ ഇ സ്ക്വയറിൻ്റെ ഈ ഒരു ഫോർമുല എഴുതു. ഈ ഒരു ഫോർമുല എഴുതിയതിന് ശേഷം നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത സമയത്ത് നമുക്ക് എസെൻട്രിസിറ്റിക്ക് 2 വാല്യൂസ് കിട്ടി. ഒന്ന് പ്ലസും മൈനസും. മൈനസിനെ നമ്മൾ റിജക്റ്റ് ചെയ്തു. എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ ഇ കിട്ടി 1/√2. അപ്പോൾ എ നമുക്ക് ഡയറക്റ്റ് കിട്ടി. എ എന്ന് പറയുന്നത് എന്താണ്? 5/e ആണ്. ഇയുടെ വാല്യൂ 1/√2 കൊടുത്താൽ 5/1/√2 എന്ന് പറഞ്ഞാൽ 5√2 ആണ്. എ കിട്ടി. എ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി കിട്ടും. എയും ബിയും ബി സ്ക്വയർ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എഴുതാൻ കഴിയും. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഹൈപ്പർബോളയുടെ എസെൻട്രിസിറ്റി EH എന്ന് പറഞ്ഞാൽ എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോളയാണ്. അതിന് സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. ബി സ്ക്വയർ നമുക്ക് ഇവിടുന്ന് കിട്ടും. ബി സ്ക്വയർ ആസ് പെർ ദിസ് ബി സ്ക്വയർ ഫസ്റ്റ് ഇവിടുന്ന് കിട്ടും. ദിസ് ഈസ് യുവർ ബി സ്ക്വയർ അല്ല, നമ്മുടെ ഫോർമുലയിലല്ലേ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ് കേട്ടോ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ 1. ഇതാണ് നമ്മുടെ ഹൈപ്പർബോളൻ്റെ ഇക്വേഷൻ. അപ്പോൾ ബി സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രണ്ടാമത്തതാണ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അത് കൺഫ്യൂസിംഗ് ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 51 എന്ന് കിട്ടി. I think it is clear to everyone. Okay, thank you.